ഹായ് ഹലോ അച്ഛന്മാരെ എല്ലാവർക്കും ഏറ്റവും ഒരു ട്രെയിലർ റിയാക്ഷൻ വീഡിയോ സ്ഥലം ഇപ്രാവശ്യം നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകും നമ്മുടെ മലയാളത്തിന് സ്വന്തം ദി കംപ്ലീറ്റ് ആയിട്ടുള്ള ലാലേട്ടൻ്റെ ഏറ്റവും കൃത്യമായ ബറോസ് എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്യുന്നു. ബറോസ് ഒരു 3D വിസ്മയം എന്ന് പറയുന്ന രീതിയിൽ തന്നെയാണ് ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. എന്തായാലും നമുക്കൊന്ന് ഒരുമിച്ചൊന്ന് കണ്ടു നോക്കാം. എന്നിട്ട് അതിന് മനസ്സിലായിട്ടുള്ള ഡീകോഡിങ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് എന്തായാലും സംസാരിക്കാം. വായോ ആ ഡിഗാമ കൊട്ടാരത്തിനകത്തെ ഒരാട്ടാറ് ഭൂതമുണ്ട്. ഞാൻ ബറോസ്, നൂറ്റാണ്ടുകളായി നിധി കാക്കുന്ന ഭൂതം. ചോട്ട ഇസബെല്ല, Benvenuto di volta di Gama. മറ്റൊരാളെ ഓർത്തു തൂകുന്ന കണ്ണുനീരിലും മഹത്തായ ഒരു നിധി ഈ ലോകത്തില്ല മോളെ. Savana Paro ഒന്നടുത്ത് കാണാം. നമ്മുടെ ട്രെയിലർ നമ്മൾ കണ്ടല്ലോ. ട്രെയിലർ കണ്ടപ്പോൾ അതിൻ്റെ ഡ്യൂറേഷൻ ഏകദേശം 2 മിനിറ്റാണ് ഡ്യൂറേഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഫസ്റ്റ് തന്നെ നമ്മുടെ ആശീർവാദ് ഫിലിംസിന് ബീറ്റ് ലൈൻ അവർ ടൈറ്റിൽ ലൈൻ കാണിച്ചു. പിന്നെ ഒരു കുട്ടിയുടെ വോയിസ് ഓവറിലൂടെയാണ് പറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു നിധി കാക്കുന്ന ഒരു ഭൂതമുണ്ട്, അടാറ് നിധി കാക്കുന്ന ഭൂതമുണ്ട് ആ കൂട്ടാത്തിനകത്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നേരെ നമ്മുടെ ലാലേട്ടൻ്റെ വോയിസ് ഓവറിലേക്ക് വരുന്നു. ഞാൻ ബറോസ് നിധി കാക്കും ഭൂതം എന്ന് പറയുന്നു. പിന്നീട് നമ്മുടെ ഇതിൽ കഥാനായികയായിട്ട് വരുന്ന ഇസബെല്ല എന്ന് പറയുന്ന ഒരു പേരുള്ള ഒരു പെൺകുട്ടിയാണ്. തീർച്ചയായിട്ടും ഇതിൽ പ്രധാനമായിട്ടും മുന്നേ തന്നെ അവർ പറഞ്ഞിരുന്നു കുട്ടികൾക്ക് വേണ്ടിയുള്ള സിനിമ തന്നെയാണ്. അപ്പോൾ കൊണ്ട് പൂർണ്ണമായിട്ടും ട്രെയിലറിൽ തന്നെ വ്യക്തമാണ്. ഒരുപാട് കുട്ടികൾ ഇതിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ ചിലവേറിയിട്ടുള്ള ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ഇത് കാണുന്നുണ്ട്. പ്രധാനമായിട്ട് ഇത് ഇമ്പോർട്ടൻ്റ് ഓഫ് എന്താ പറയുക, ഒരു 3D ചിത്രം എന്ന നിലയ്ക്കാണ് നമ്മളിലേക്ക് എത്താൻ വേണ്ടി വരുന്നത്. അതായത് മലയാളത്തിൻ്റെ ഒരു മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു 3D തന്നെയാണ്. കാരണം അത്യാവശ്യം പണിയെടുത്തിൻ്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ലാത്തൊരു ഘടകം തന്നെയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഡയറക്ഷൻ ആണെങ്കിലൊക്കെ ട്രെയിലർ തന്നെ നല്ല വ്യക്തമായിട്ട് തന്നെയാണ് കാണുന്നത്. നമ്മുടെ ലാലേട്ടൻ ആദ്യമായിട്ട് ഡയറക്ഷൻ ചെയ്യുന്ന പ്രത്യേകത ഉണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ സാജി നടേശൻ പറഞ്ഞിരുന്നു അദ്ദേഹം എന്തെങ്കിലും ചെയ്യാച്ചത് ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്യുള്ളൂ. അത് തീർച്ചയായിട്ടും ഡയറക്ഷൻ ഓക്കെ ലെവലാണ്. പൂർണ്ണമായിട്ടും ഒരു 3D ആയിട്ടുള്ള ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. ബറോസ് ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അത് നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ആവാൻ ശ്രമിച്ചു. ഇടയ്ക്കൊരു ആ ഗുഹയ്ക്കുള്ളൊരു ജീവൽ സംഭവമുണ്ട്. അത് കുറച്ച് അരോചകമായി തോന്നിയെങ്കിലും നമുക്കറിയില്ല ചിത്രം കാണുമ്പോൾ എത്രത്തോളം അതിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന അറിയില്ല. പ്രധാനമായിട്ടും ഒരു ഗുഹ അതിൻ്റെ ഹണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും കാണിക്കുന്നുണ്ട്, വില്ലന്മാരും കാണിക്കുന്നുണ്ട്. പണ്ടത്തെ കാലത്തെ കോച്ചുമൊക്കെയാണ്, അത് പഴയൊരു കാലഘട്ടത്തെയാണ്. അന്നാണ് നീതിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുള്ളത്, നൂറ്റാണ്ടുകൾ മുമ്പ്. അപ്പോൾ അതിൻ്റെ ഒരു കഥയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഒരു ചെക്കൻ വരുന്നുണ്ട് അതിൽ. അപ്പോൾ തീർച്ചയായിട്ടും അതായിരിക്കാം അവനിലൂടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെ പ്ലാൻ ചെയ്ത് പരിചയപ്പെടുന്നുണ്ട്. അപ്പോൾ അതിന് ആ പെൺകുട്ടി ഇസബെല്ലയുടെ സ്കൂളിലുള്ള കുറച്ച് സീൻസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും കുട്ടികൾക്കുള്ള പടമാണെന്ന് കൺഫേം ആണ്. അപ്പോൾ പക്ഷേ സെക്കൻഡ് ഹാഫിൽ ശേഷമായിരിക്കും നമ്മുടെ ലാലേട്ടൻ വരുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഇടയ്ക്ക് വന്ന് പോകുന്നുണ്ടാവും. മുന്നേ തന്നെ പറഞ്ഞു ലാലേട്ടന് അത്രയേറെ പ്രാധാന്യമുള്ള ഒരു സ്പേസ് അല്ല ചിത്രത്തിലുള്ളതെങ്കിൽ പോലും എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ആണ് ടൈറ്റിൽ ലൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും ബറോസ് എന്താ പറയുക, ഒരു 3D ലെവലിൽ വരുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി വൈസ് സ്റ്റൈൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ് വാച്ച് അല്ലെങ്കിൽ 3Dക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചിത്രം തന്നെയാണ്. അപ്പോൾ നമ്മുടെ വെക്കേഷൻ ടൈമിലാണ് റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഡിസംബർ 25 ക്രിസ്മസ് വെക്കേഷനൊക്കെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലപ്പോൾ ഹെവി പോസിറ്റീവ് ഒക്കെ ആണെങ്കിൽ കുട്ടികളെല്ലാവരും ഫാമിലിയോടൊപ്പം കാണാൻ പറ്റുന്ന നല്ല ചിത്രമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു.
മികച്ച ഒരു ചിത്രം തന്നെ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. എന്നാലും നല്ലൊരു വിജയമാവട്ടെ. മലയാളത്തിൽ നിന്നും ഒരു ഡയറക്ടറിൽ നിന്നും വീണ്ടും ഡയറക്ടറിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ലൊരു കഴിവുള്ള ഡയറക്ടറിനെ ആവട്ടെ, അല്ലെങ്കിൽ അത് ചെയ്തു വെച്ചെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ബെറോസ് എന്നാണ് റിലീസ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ഡിസംബർ 25 റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. വേൾഡ് വൈഡ് ആയിട്ട് പല ലാംഗ്വേജ് റിലീസ് ചെയ്യുന്നുണ്ട്. അത് തീർച്ചയായിട്ടും എല്ലാവരും കാണുക, അഭിപ്രായം രേഖപ്പെടുത്തുക. ഞാൻ എന്തായാലും വെയിറ്റിംഗ് ആണ്. ഡിസംബർ 25 ഫസ്റ്റ് ഡേ തന്നെ നമ്മുടെ ലാലേട്ടൻ്റെ ചിത്രം ആയതുകൊണ്ട് തന്നെ കാണും. അപ്പം നിങ്ങളും അതേപോലെ തന്നെയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്താണ് ട്രെയിലറെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. എന്നത്തെ ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് പരിഗണിക്കുക. വീണ്ടും മറ്റൊരു പുതിയ ചിത്ര റിവ്യൂസും ട്രെയിലറും ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അതായിരിക്കും ബൈ.